അന്തിക്കാട് പഞ്ചായത്തിലെ പടിയം പ്രദേശത്തെ തീരദേശം ഉൾപ്പെടുന്ന 1, 13, 14, 15 എന്നീ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും പൊതുപൈപ്പിലൂടെ ശുദ്ധജലം വിതരണം ചെയ്യണമെന്നും തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുലാമ്പുഴ കടവിൽ നിന്നും മുറ്റിച്ചൂർ കടവിലേക്ക് തീരദേശ പ്രതിഷേധ ജാഥ നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്യാത്തവരായി മാറുമ്പോൾ, വികസന മുരടിപ്പ് മാത്രമായ ഒരു പ്രദേശത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ, വെള്ളത്തിന്റെയും വെളിച്ചത്തിന്റെയും വഴിയുടെയും കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാത്തവരായി മാറുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം, അതിശക്തമായ പോരാട്ടത്തിന്റെ അനിവാര്യത ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം എന്നുള്ളത് ആർക്കാണ് വ്യത്യസ്ത അഭിപ്രായം പറയാൻ സാധിക്കുക? ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോൾ, കുടിക്കാനുള്ള ദാഹജലം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആർക്കത് നിഷേധിക്കാൻ സാധിക്കുക? എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രദേശത്തെ നേതൃത്വം കൊടുക്കുന്ന മാസിട്ട് പറ്റിയ സഖാക്കളെ സംബന്ധിച്ച് കുടിവെള്ളമല്ല ഞങ്ങളുടെ പ്രശ്നം, പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം അഴിമതി മാത്രമാണ് എന്ന് പറയുന്ന, അഴിമതിക്ക് വേണ്ടി മാത്രം പ്രാദേശിക ഭരണാധികാരികളായിരിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ വർഷങ്ങളായി പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതിന്റെ പേരിൽ വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. യോഗനാഥൻ കരിപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി. ഷൈൻ പള്ളിപ്പറമ്പിൽ, അക്ബർ പട്ടാട്ട്, VK മോഹനൻ, ഉസ്മാൻ അന്തിക്കാട്, ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, VB ലിബീഷ്, അശ്വിൻ ആലപ്പുഴ എന്നിവർ പ്രസംഗിച്ചു. റസിയ ഹബീബ്, അജു ഐക്കാരത്ത്, AV യദുകൃഷ്ണ, P തങ്കമണി, രാധാകൃഷ്ണ ആന്തുപറമ്പിൽ, ശ്രീവത്സൻ കുന്നത്തുള്ളി, CR ഷൺമുഖൻ, സിദ്ധാർത്ഥൻ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. സമാപന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം നൽകുക എന്നുള്ളത്. കുടിവെള്ളം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും വഴിയിലൂടെ കുടിവെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ കൊണ്ടുവരാനുള്ള റോഡുകൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് അന്തിക്കാട് പഞ്ചായത്തിൽ.